ഓ, അപ്പോ ദുർമരണം നടന്ന ആത്മാവാണ് ഇതിന് കാരണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ആ, അതെ തിരുമേനി. രാധിക ഈ അടുത്ത് വരുണിന്റെ ഭാര്യയായി കണിമംഗലത്തേക്ക് വന്നതാണ്. അവളാ ഇതൊക്കെ ചെയ്യുന്നത്. അതിന്റെ തെളിവുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന തെളിവുകൾ സത്യമായി കൊള്ളണമെന്നില്ല. ആത്മാവിന്റെ മായക്കാഴ്ചകളെ കുറിച്ച് അത്രമാത്രം അറിവുള്ളവരല്ലല്ലോ നിങ്ങൾ. തിരുമേനി, കുടുംബത്തിലെ ആത്മാവിന്റെ ശല്യം തീരണം. ഒപ്പം രാധിക എന്ന പെൺകുട്ടി കണിമംഗലത്ത് നിന്ന് ഇറങ്ങാൻ വേണം. അങ്ങ് ഞങ്ങൾക്കത് ചെയ്തു തരണം. അങ്ങാണ് പറയുന്നെങ്കിൽ ആർക്കും ഒരു സംശയവും തോന്നൂല. യഥാർത്ഥത്തിൽ തറവാടിനെ ഗ്രസിച്ചിരിക്കുന്ന ആത്മാവിനേക്കാൾ നിങ്ങളുടെ ആവശ്യം ആ പെൺകുട്ടി പുറത്തു പോകണം, അല്ലേ? മറ്റൊരു മാർഗമില്ലാത്തോണ്ടാ അങ്ങയുടെ അടുത്തേക്ക് വന്നത്. ഞാൻ വരാം, കർമ്മങ്ങളും ചെയ്യാം. പക്ഷേ നിങ്ങൾ പറഞ്ഞത് വാസ്തവമല്ലെങ്കിൽ എനിക്ക് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. തിരുമേനി, അവളുടെ ദേഹത്താ ബാധയെന്ന് തിരുമേനി എന്ന് പറഞ്ഞാൽ മാത്രം മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് വിട്ടേക്കൂ. അതിന് തിരുമേനിക്ക് എന്താന്ന് വെച്ചാ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ. നമ്മുടെ മന്ത്രവിദ്യകൾ വില കൊടുത്താൽ കിട്ടുന്നതാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഞാനേ 1-2 പേരെ വിളിച്ചിരുന്നു. തിരുമേനിയെ നന്നായിട്ട് അറിയുന്നവരാ. എന്ത് സങ്കടം ഉണ്ടെങ്കിലും തിരുമേനിയോട് പറഞ്ഞാ മതിയെന്ന് അവര് പറഞ്ഞു. തിരുമേനി ഞങ്ങളെ കൈവിടരുത്. സാധ്യമല്ല. എന്റെ തൊഴിൽ മായം കാണിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങ് നിഷേധിക്കുകയാണെങ്കിൽ ഇതുപോലെ മറ്റൊരാളുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് പോവേണ്ടി വരും. ചിലപ്പോ ഞങ്ങൾ കൊടുക്കുന്ന 2 ലക്ഷം രൂപ കിട്ടാൻ അങ്ങനെ ഒരാൾക്കാകും വിധിയുള്ളത്. 2 ലക്ഷമോ? ഇങ്ങനെ ഒരു കർമ്മത്തിനോ? കർമ്മത്തിന്റെ വലുപ്പമല്ല, ഞങ്ങളുടെ നേട്ടമാണ് ഞങ്ങൾ നോക്കുന്നത്. അങ്ങ് ഈ കർമ്മം ചെയ്യാൻ തയ്യാറാണെങ്കിൽ മുൻകൂറായി 2 ലക്ഷം രൂപ അങ്ങേക്ക് ഞങ്ങൾ തരും. അവളെ ഇറക്കി വിടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല തിരുമേനി. അച്ഛനും അമ്മയും ആരാന്നറിഞ്ഞൂടാത്ത ഒരുത്തിയാ. വരുൺ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിയതാ. ആ കുടുംബവുമായിട്ട് ബന്ധം വെച്ച അന്ന് മുതലാ കണിമംഗലത്തിന് നാശം തുടങ്ങിയത്. എന്തൊക്കെയാ നടക്കുന്നത്? നമ്മുടെ കുടുംബത്തിൽ ഈ ശീലമൊന്നും ഇല്ലാതിരുന്നല്ലേ? നീ അവിടെ പോയി ബഹളമൊന്നും വയ്ക്കരുത്. ഒരു പൂജ നടത്തണം എന്നുള്ളത് എല്ലാവരുടെയും താല്പര്യമാണ്. ആരെ എല്ലാവരും? ഏട്ടത്തിയും ചെറിയമ്മയും, പിന്നെ അവരുടെ വാക്കുകൾ കേട്ട അമ്മയും. അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? വരുണേ, ഒരു കുടുംബത്തിനകത്താവുമ്പോ ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങൾക്കും നമ്മൾ കൂടെ നിൽക്കേണ്ടി വരും. അതങ്ങനെ അങ്ങ് വിട്ടേക്ക്. അദ്ദേഹം പൂജ കഴിഞ്ഞ് പോകുന്നതോടെ എല്ലാവർക്കും ഒരു മനസമാധാനം കിട്ടുമെങ്കിൽ അതെന്തിനാ വേണ്ടെന്ന് വെക്കുന്നത്? അച്ഛാ, ഇത് മനഃപൂർവ്വം സൃഷ്ടിച്ചെടുക്കുന്നതാണ്. രാധയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് എല്ലാവരെ കൊണ്ടും സമ്മതിപ്പിക്കണം, എന്നിട്ട് അവളെ ഉപദ്രവിക്കണം. അച്ഛനത് മനസ്സിലാവാതെ പോകുന്നല്ലോ. ഞാൻ പറഞ്ഞു,
തർക്കവും ബഹളമൊന്നും പാടില്ല. നീ വാ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഞാൻ വരുന്നില്ല. നിന്നോട് വരാനാ പറഞ്ഞത്.